ഹായ്, മെയ് ആൻഡ് സെപ്റ്റംബർ ഇൻടേക്ക് 2025 കൺസിഡർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് വുൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റി. വുൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റി കൺസിഡർ ചെയ്യേണ്ട പ്രധാന പോയിന്റ്സിൽ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ UK സ്പൗസിനെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു നിയമം വന്നിരുന്നു. അതിനുശേഷം UK എന്നല്ല പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന ഒരു കാര്യം വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർക്ക് ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വുൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റി MS പ്രോഗ്രാംസ് ഇനി മുതൽ റൺ ചെയ്യിക്കുന്നുണ്ട്. അതും എല്ലാ 3 ഇൻടേക്കുകളുണ്ട്. മെയ്, സെപ്റ്റംബർ, അതുപോലെ ജനുവരി ഇൻടേക്കുകളിൽ MS പ്രോഗ്രാംസ് ഇനി മുതൽ വുൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റി റൺ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഡിപ്പെൻഡൻറ്റ് വിസയിൽ മാത്രം അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വിസയുള്ള കോഴ്സ് മാത്രം നോക്കുന്നു എന്നുള്ളവർക്ക് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് MS പ്രോഗ്രാംസ്. അത് ഓൾമോസ്റ്റ് 1 ഇയർ 1.5 ഇയർ കോഴ്സാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. അതുപോലെ തന്നെ IELTS വേവർ ഈ കോഴ്സിന് ഓഫറുണ്ട്. അതുപോലെ തന്നെ ഈ കോഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ 2 ഇയേഴ്സ് സ്റ്റേ ബാക്കിനും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്പൗസ് വിസയായിട്ട് മാത്രം പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് MS പ്രോഗ്രാംസ് വുൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ. എന്തൊക്കെ കോഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഫീസ് എന്തൊക്കെയാണ്, എലിജിബിലിറ്റി എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇനി ഇതൊക്കെ ആണെങ്കിലും വുൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ അതുപോലെ തന്നെ ഒരുപാട് ഡിഗ്രി പ്രോഗ്രാംസ് അതുപോലെ തന്നെ ഒരുപാട് മാസ്റ്റേഴ്സ് പ്രോഗ്രാംസും ഉള്ളതാണ്. അതിന് പുറമെ PhD പ്രോഗ്രാംസും വുൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റി അവൈലബിൾ ആണ്. ഈ വുൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് വുൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റി. ഈ അഫോർഡബിൾ ഫീസിന് പുറമെ വളരെ നല്ല എമൗണ്ട് ഓഫ് സ്കോളർഷിപ്പും മാർക്ക് ബേസ് ചെയ്തിട്ട് ഇവർ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി IELTS കൂടിയും വിത്തൗട്ട് IELTS കൂടിയും ഇവർ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ലാംഗ്വേജ് റിക്വയർമെന്റിന്റെ കാര്യത്തിൽ നമ്മൾ സ്വതവേ നിങ്ങൾക്കറിയാം, +2 മാർക്കിന്റെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ ഡിഗ്രിയിൽ നിങ്ങളുടെ MOUന്റെ ബേസിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഡിഗ്രിയിൽ നമുക്ക് 55% മാർക്കിന്റെ കട്ട് ഓഫ് ഉള്ളത് കൊണ്ട് തന്നെ ഇനി അതിന് താഴെ മാർക്കുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും വുൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി 55%-ന് താഴെയാണ്, പക്ഷെ നിങ്ങൾക്ക് IELTS സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വുൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റി മറ്റൊരു ഓപ്ഷൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്റ്റൻഡഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു കോഴ്സും കൂടി അവർ ഓഫർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫീസിലും കോഴ്സിന്റെ ഡ്യൂറേഷനിലും യാതൊരു വേരിയേഷൻ വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. നിങ്ങൾക്ക് കുറച്ച് നേരത്തെ ഏകദേശം ഒരു 2 വീക്സ് മുമ്പ് ചെന്നിട്ട് അവർ തന്നെ ഒരു ലാംഗ്വേജ് കോഴ്സ് അവിടെ റൺ ചെയ്യിക്കുകയും ആ ലാംഗ്വേജ് കോഴ്സ് നിങ്ങൾ നേരത്തെ പോയി കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് ഡയറക്റ്റ് കയറി നിങ്ങളുടെ കോഴ്സ് കണ്ടിന്യൂ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ വർക്ക് സെലക്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേ ബാക്കിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള ഓപ്ഷൻ വുൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമാണ്, വുൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റി ACU അതുപോലെ EUC അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ACU എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് കോമൺവെൽത്ത് യൂണിവേഴ്സിറ്റീസ്, അതുപോലെ EUC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റി അസോസിയേഷൻ. ഈ 2 കാര്യങ്ങളിലും മെമ്പറായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് വുൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റി. ലണ്ടനിൽ നിന്നും വെറും 1 മണിക്കൂർ മാത്രം ട്രെയിൻ ട്രാവൽ ഡിസ്റ്റൻസിലാണ് ഈ യൂണിവേഴ്സിറ്റി ഉള്ളത്. നിങ്ങൾക്ക് ലണ്ടൻ എക്സ്പെൻസീവ് ആണ് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെ ലിവിങ് എക്സ്പെൻസും മറ്റു കാര്യങ്ങളെല്ലാം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ലണ്ടൻ എക്സ്പെൻസീവായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. കാരണം നിങ്ങൾക്ക് ലണ്ടനിൽ നിന്ന് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി കണ്ടുപിടിക്കാനോ അക്കോമഡേഷൻ എടുക്കാനോ പോസിബിലിറ്റി ഉള്ള, എന്നാൽ അല്ല നിങ്ങൾക്ക് ലണ്ടന് പുറത്താണ് നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനുള്ള ഫെസിലിറ്റി ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ പ്രധാന ഒരു കാര്യമാണ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്. ഇന്റർനാഷണൽ സ്റ്റുഡൻസ് അവിടെ ചെല്ലുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനും അവർക്ക് ഹെൽപ്പ് ചെയ്യാനും അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ എപ്പോഴും 24 അവർ റെഡി ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ഈ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ട് എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യേണ്ടതിന്. അതുപോലെ റഫ് അക്രഡിറ്റേഷനിൽ 85% കിട്ടിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് വുൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റി. മാത്രമല്ല വുൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ് സെല്ലുണ്ട്. നിങ്ങളുടെ പഠിത്തവും അതിനുശേഷം നിങ്ങളെ പ്ലേസ്മെൻറ്റ് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് വുൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റി. 85% ഓഫ് സ്റ്റുഡൻസ്
അവിടെ പഠിച്ചിരിക്കുന്നവർ അവിടെ നിന്ന് പാസ്സാകുകയും അതേപോലെ തന്നെ ജോലി കണ്ടുപിടിക്കാനും അവർക്ക് പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. അവർ യൂറോപ്പിലുള്ള പല കമ്പനികളായിട്ടും ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ ഈ കോഴ്സിന് ശേഷം നിങ്ങൾക്കൊരു പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കിട്ടാനും വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഈ യൂണിവേഴ്സിറ്റി ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം നിങ്ങൾ അവിടെ പോയി പഠിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനുശേഷം നിങ്ങൾക്കൊരു ജോലി കണ്ടെത്താനും ഈ യൂണിവേഴ്സിറ്റി സഹായിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു പ്രധാന കാര്യമാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള അക്കോമഡേഷൻ യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്നത് വൂൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെയാണ്. പെർ വീക്ക് വളരെ തുച്ഛമായ 25 പൗണ്ട് തൊട്ട് അവർക്ക് സ്റ്റുഡൻസിന് അക്കോമഡേഷൻ ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം ഇവിടെ നിന്ന് പോയ ഒരുപാട് സ്റ്റുഡൻസ് തിങ്ങി നിറഞ്ഞ് ചെറിയ റൂമുകളിൽ ഒരു റൂമിൽ തന്നെ 3-4 പേരൊക്കെ ആയിട്ട് 5-6 പേരൊക്കെ ആയിട്ട് അപ്പർ ഡെക്കിലും ലോവർ ഡെക്കിലൊക്കെ ആയിട്ട് താമസിക്കുന്നത് നിങ്ങൾക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാതിരിക്കാൻ സ്റ്റുഡൻസിന് കുറച്ചും കൂടെ കൺവീനിയൻസ് ആയിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അവിടെ അക്കോമഡേഷൻ കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് വൂൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റി. 25 പൗണ്ട് തൊട്ട് 75 പൗണ്ട് ടു 120 പൗണ്ട് വരെയുള്ള റൂംസ് അവിടെ അവൈലബിൾ ആണ്. ഓരോ റൂംസിൻ്റെ റേറ്റ് അനുസരിച്ച് അവർ കൊടുക്കുന്ന ഫെസിലിറ്റീസും വ്യത്യാസമാണ്. പക്ഷേ വൺ ഓഫ് ദ ചീപ്പസ്റ്റ് അക്കോമഡേഷൻ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് വൂൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ ഈ ഫെസിലിറ്റീസിനെ കുറിച്ച്. ഇനി പ്രധാനമായിട്ടും വൂൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റി ഏറ്റവും അപ്കമിങ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, ലോ, അതേപോലെ സ്പോർട്സ്, ഹെൽത്ത് കെയർ, IT, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ കോഴ്സുകളാണ് കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നതും അവരുടെ കൂടുതൽ കോൺസെൻട്രേഷനും അതാണ്. കാരണം ഏറ്റവും കൂടുതൽ ഫ്യൂച്ചറിൽ ഇനി ഏറ്റവും കൂടുതൽ റിക്വയർമെൻറ്റ് വരാവുന്ന ഏരിയയിലുള്ള കോഴ്സുകളാണ് ഇതെല്ലാം. അപ്പോൾ ഈ കോഴ്സുകളാണ് അവർ കൂടുതലും പ്രൊവൈഡ് ചെയ്യുന്നതും. ഈ കോഴ്സുകളിൽ ഇതുപോലെ തന്നെ അവർക്കവിടെ സ്പെഷ്യൽ പ്ലേസ്മെൻറ്റ് സെല്ലുള്ള ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. ഈ പ്ലേസ്മെൻറ്റ് സെല്ല് വഴി അവർക്ക് അവിടെ സ്വന്തമായിട്ടൊരു F1 റേസിംഗ് ടീം വരെ ഇവർക്കുണ്ട്. അതുപോലെ ഈ F1 റേസിംഗ് ടീമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഫണ്ടിങ്ങും ചെയ്യുന്നത് ഈ യൂറോപ്പിലെ ബേസ്ഡിലുള്ള പല ഓട്ടോമോട്ടീവ് കമ്പനീസുമാണ്. അത് തന്നെ ഈ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയൊരു ക്രെഡിബിലിറ്റിയുമാണ്. ഇവിടെ പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പഠിത്തത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാനും ഉള്ള ഫെസിലിറ്റി ആ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നു എന്നുള്ളത്. ഈ യൂണിവേഴ്സിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ഞാൻ കണ്ടപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടെ IT അതുപോലെയുള്ള പല പല ജോബ്സ് അവിടെ റിക്വയർമെൻ്റ് ഉണ്ടല്ലോ. ഇവർ ഈ ജോബ്സിൻ്റെ ഏകദേശം ഒരു നിശ്ചിത ശതമാനം അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ തന്നെയാണ് അവരെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് അവർക്ക് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റിയാണ് അവരുടെ എക്സ്പീരിയൻസിൽ ആഡ് ചെയ്യാൻ. അവർ എന്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്നോ അത് ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവർക്ക് പ്രാക്ടിക്കൽ ആക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഈ യൂണിവേഴ്സിറ്റി ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. സോ അഫോർഡബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, സ്കോളർഷിപ്പ്, വെറൈറ്റി ഓഫ് കോഴ്സസ്, റിസർച്ച്, സ്പൗസ് വിസയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഇതൊക്കെയാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് വൂൾവറാംപ്റ്റൺ യൂണിവേഴ്സിറ്റി. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ എലിജിബിലിറ്റിയും അതുപോലെ ഇനിയിപ്പോൾ ലോ IELTS അതുപോലെ ലോ മാർക്കുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ അതെല്ലാം നോക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. നമ്മളുടെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല. പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ദ വീഡിയോ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുന്ന സഹായിക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റേ എൻക്വയറീസോ കാര്യങ്ങളും കമൻ്റായിട്ടോ അല്ലെങ്കിൽ വീഡിയോയിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.